കേട്ട് കേട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന കുറേയധികം വാക്യങ്ങളും വാക്കുകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഹേ ഡിയർ, ദിസ് ഈസ് അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്കി. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഇറ്റ്. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഇറ്റ്. ഇവിടെ പലർക്കും മോറ് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഇവിടെ വരേണ്ടത് മച്ചാണ്. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഇറ്റ്. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഹിം. അടുത്ത വാക്യം നോക്കാം. എൻ്റെ നമ്പർ എഴുതൂ. ഇത് നമുക്ക് ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ റൈറ്റ് ഡൗൺ മൈ നമ്പർ. ഇതിന് പകരം കുറച്ച് അഡ്വാൻസ് ഇംഗ്ലീഷ് ഉപയോഗിക്കാം. ജോട്ട് ഡൗൺ മൈ നമ്പർ. ജോട്ട് ഡൗൺ മൈ നമ്പർ. സോ നിങ്ങളുടെ ഇംഗ്ലീഷിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലവ് ടു. നിനക്ക് എന്നോടൊപ്പം വരാൻ താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ? ഐ വുഡ് ലവ് ടു. വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി വിത്ത് മീ? എൻ്റെ കൂടെ ഒരു കപ്പ് കാപ്പി കുടിക്കാൻ താല്പര്യമുണ്ടോ? ഐ വുഡ് ലവ് ടു. ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന അർത്ഥത്തിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇതുപോലെയുള്ള ഫ്രേസസ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫീൽ ചെയ്ത് സംസാരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ മെക്കാനിക്കലായിട്ട് പറയുന്ന ഒരു ഫീല് ഒഴിവാക്കാനും സാധിക്കും. സോ ഈ ഫ്രേസ് ഓർത്തിരിക്കുക. നീ എന്നെ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ഐ വുഡ് ഹാവ് പിക്ഡ് യു അപ്പ് ഫ്രം ദെയർ ഇഫ് യു ഹാഡ് ഗിവൺ ഏർലി നോട്ടീസ്. I would have picked you up from there if you had given early notice. തീർച്ചയായും, ഫോർ ഷുവർ അല്ലെങ്കിൽ ഷുവർ തിങ്. നീ നാളെ വരുമോ? ഉറപ്പായും, ഫോർ ഷുവർ. നിനക്ക് ഇന്നുകൊണ്ട് ഇത് മുഴുവൻ ചെയ്യാനാകുമോ? ഷുവർ തിങ്, ഉറപ്പായും. സോ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അവനൊരു മെസ്സേജ് അയക്കൂ. ഡ്രോപ്പ് ഹിം എ ടെക്സ്റ്റ്. ഡ്രോപ്പ് ഹിം എ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഹിം എ മെസ്സേജ്. ഡ്രോപ്പ് ഹിം എ മെസ്സേജ്. ട്രാഫിക്കിൽ അകപ്പെടേണ്ടെങ്കിൽ രാവിലെ നേരത്തെ ഇറങ്ങണം. ലീവ് ഏർലി ടു അവോയ്ഡ് ദ മോർണിംഗ് ട്രാഫിക്. ലീവ് ഏർലി ടു അവോയ്ഡ് ദ മോർണിംഗ് ട്രാഫിക്. ഞാനിത് രാത്രിയാകുന്നതിന് മുമ്പ് ചെയ്യും. ഐ വിൽ ഡു ഇറ്റ് ബിഫോർ ദി എൻഡ് ഓഫ് ദ ഡേ. I will do it before the end of the day. I will do it before the day ends. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദി എൻഡ് എന്നാണ് ഞാനിവിടെ ഉച്ചരിച്ചത്. ദ എന്നല്ല, ദി. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാൽ സൗണ്ട് AEIOU സൗണ്ടിൻ്റെ ഫ്രണ്ടിൽ THE എന്ന വാക്ക് വരുമ്പോൾ അത് ദി എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. അടുത്തത് നോക്കാം. നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കടകളിലൊക്കെ ചെന്നിട്ട് അതൊരു 500 ആക്ക് എന്നിങ്ങനെ പറയാറുണ്ട്. അതായത് ഒരു 1200 രൂപയുടെ സാധനമാണെങ്കിൽ നമ്മളത് 1000 ആക്ക് എന്നിങ്ങനെ പറയുമല്ലേ. സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. പ്ലീസ് മേക്ക് ഇറ്റ് 1000. അതൊരു 1000 ആക്ക്. പ്ലീസ് മേക്ക് ഇറ്റ് 1000. ഇതെൻ്റെ ബജറ്റിന് അപ്പുറമാണ്. ദിസ് ഈസ് വേ ഔട്ട് ഓഫ് മൈ ബജറ്റ്. ദിസ് ഈസ് വേ ഔട്ട് ഓഫ് മൈ ബജറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് ഈസ് ഔട്ട് ഓഫ് മൈ ബജറ്റ്. ദിസ് ഈസ് ഔട്ട് ഓഫ് മൈ ബജറ്റ്. ഇനി അടുത്തത്, വീട്ടിൽ നിന്ന് കോളൊക്കെ വരുമ്പോൾ ഓഫീസിലിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു മീറ്റിങ്ങിൽ പെട്ടിരിക്കുകയാണ്. ഐ ആം ടൈഡ് അപ്പ് വിത്ത് എ മീറ്റിംഗ്. I am tied up with a meeting. അല്ലെങ്കിൽ ഞാൻ മീറ്റിങ്ങിൽ പെട്ടിരിക്കുകയായിരുന്നു. I was tied up with a meeting. I was tied up with a meeting. ഞാനൊരു ഇമ്പോർട്ടൻ്റ് വർക്കിൽ പെട്ടിരിക്കുകയാണ്. I am tied up with an important work. I am tied up with an important work. Next, ഇത് പുറത്തു കളയൂ. Throw it out. Throw it out. ഞാൻ പൂർണ്ണമായി നിന്നോട് യോജിക്കുന്നു. I completely agree with you.
ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് യു. ഇവിടെ ഐ ആം എഗ്രി എന്ന് പറയരുത്, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കാണത്. സോ ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് യു. ഇനി നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു ഫ്രേസ് പഠിക്കാം. നോ ഹാം വിൽ കം ടു ഹിം അല്ലെങ്കിൽ നോ ഹാം വിൽ കം ടു യു. നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. നോ ഹാം വിൽ കം ടു യു. നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഐ പ്രോമിസ് നോ ഹാം വിൽ കം ടു യു. ഐ പ്രോമിസ് നോ ഹാം വിൽ കം ടു യു. അത് നിന്റെ കർത്തവ്യമാണ് അല്ലെങ്കിൽ കടമയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ പറയാൻ ഈ ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഫോൾസ് ടു യു. ഇറ്റ് ഫോൾസ് ടു യു. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ സിറ്റുവേഷൻ കൈകാര്യം ചെയ്ത് പരിഹാരം കാണേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഇഫ് എനിത്തിങ് ഗോസ് റോങ് ഇറ്റ് ഫോൾസ് ടു യു ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ. If anything goes wrong, it falls to you to handle the situation and find a solution. അതിന് നിനക്കെന്താ അല്ലെങ്കിൽ അതറിഞ്ഞിട്ട് നിനക്കെന്താ എന്ന് ചോദിക്കാൻ പറ്റിയ ഒരു വാക്യമാണ് വാട്ട് ഈസ് ഇറ്റ് ടു യു. വാട്ട് ഈസ് ഇറ്റ് ടു യു. ഞാൻ ഈ ഷർട്ട് ഇടുന്നതിൽ നിനക്കെന്താണ് പ്രശ്നം? വാട്ട് ഈസ് ഇറ്റ് ടു യു ദാറ്റ് ഐ ആം വെയറിംഗ് ദിസ് ഷർട്ട്. വാട്ട് ഈസ് ഇറ്റ് ടു യു ദാറ്റ് ഐ ആം വെയറിംഗ് ദിസ് ഷർട്ട്. നിന്നെ കണ്ടതിൽ സന്തോഷം. ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു. ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഹാവ് വി മെറ്റ് ബിഫോർ. ഹാവ് വി മെറ്റ് ബിഫോർ. നീ എന്താ ഇവിടെ? വാട്ട് ബ്രിങ്സ് യു ഹിയർ. വാട്ട് ബ്രിങ്സ് യു ഹിയർ. അതെങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഐ ആം നോട്ട് ഷുവർ ഹൗ ടു പുട്ട് ഇറ്റ് ഇൻ ടു ദ റൈറ്റ് വേർഡ്സ്. ഐ ആം നോട്ട് ഷുവർ ഹൗ ടു പുട്ട് ഇറ്റ് ഇൻ ടു ദ റൈറ്റ് വേർഡ്സ്. നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാനാകുമോ? കുഡ് യു ഗിവ് മീ എ ഹാൻഡ്. കുഡ് യു ഗിവ് മീ എ ഹാൻഡ്. അവൾക്ക് വായിക്കാൻ പോലും അറിയില്ല. ഷീ കാൺട്ട് ഈവൻ റീഡ്. ഷീ കാൺട്ട് ഈവൻ റീഡ്. കാര്യം എന്താണ്? വാട്ട്സ് ദ മാറ്റർ. വാട്ട്സ് ദ മാറ്റർ. അതൊരു നല്ല മനോഭാവമാണോ? ഈസ് ദാറ്റ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. ഈസ് ദാറ്റ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. അടുത്തത് ഫിസിൽ ഔട്ട്. പതിയെ പതിയെ ഇല്ലാതാവുക. കല്യാണത്തിന് ശേഷം നിന്റെ പാഷൻ ഇല്ലാതാവാൻ അനുവദിക്കരുത്. Never let your passion fizzle out after you get married. Never let your passion fizzle out after you get married. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.